എല്ലാവർക്കും നമസ്കാരം. ബ്രൈറ്റ് മൈൻഡ് മാത്സിലേക്ക് സ്വാഗതം. ക്ലാസ് 8 മെൻഷുറേഷൻ എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഇതിൽ ടെക്സ്റ്റ് ബുക്കിലെ രണ്ട് എക്സാമ്പിൾസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സസൈസ് പാർട്ടിലെ ക്വസ്റ്റ്യൻസുമാണ് നോക്കുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ തന്നെ ഏരിയ ഓഫ് ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാനുള്ള ഒരു എക്സാമ്പിളാണ്. ദ ഏരിയ ഓഫ് ക്വസ്റ്റ്യൻ വായിക്കാം. ദ ഏരിയ ഓഫ് ട്രപ്പീസിയം ഷേപ്പ്ഡ് ഫീൽഡ് ഈസ് 480 മീറ്റർ. അപ്പോൾ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. എന്താണ് ട്രപ്പീസിയം എന്നത് നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പാരലൽ സൈഡ് ഈസ് 15 മീറ്റർ. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡിൻ്റെ ഡിസ്റ്റൻസ് ആണ്, തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 15 മീറ്റർ. ആൻഡ് വൺ ഓഫ് ദ പാരലൽ സൈഡ് ഈസ് 20 മീറ്റർ. അത് ഒരു പാരലൽ സൈഡ് 20 മീറ്റർ ആണ്. ഫൈൻഡ് ദ പാരലൽ സൈഡ് അതർ പാരലൽ സൈഡ്. ഫൈൻഡ് ദ അതർ പാരലൽ സൈഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ട്രപ്പീസിയം എന്താണെന്ന് നിങ്ങൾക്കറിയാം. 4 സൈഡുള്ള ഒരു ക്ലോസ്ഡ് ഫിഗറിനെയാണ് ട്രപ്പീസിയം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകതയും കൂടിയുണ്ട്. 4 സൈഡ് മാത്രമായിട്ടുള്ളതല്ല, അതിൻ്റെ 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലായിരിക്കും. ഒരു 4 സൈഡുള്ള ഒരു ട്രപ്പീസിയത്തിൻ്റെ 1 പെയർ ഓഫ് പാരലൽ സൈഡ്സ്. ഇവിടെ ഈ 2 സൈഡ്സ് ആണ് ഇവിടെയുള്ളത്. ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് പാരലലായിട്ടുള്ളത്. അതായത് 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാണ്. അങ്ങനെയുള്ള കോർഡിലേറ്റേഴ്സിനെയാണ് ട്രപ്പീസിയം എന്ന് പറയുന്നത്. ട്രപ്പീസിയത്തിൻ്റെ പ്രത്യേകത 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലായിരിക്കും. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ട്രപ്പീസിയത്തിൻ്റെ ഏരിയ ഓഫ് ട്രപ്പീസിയം ഈസ് ഈക്വൽ ടു 480 മീറ്റർ സ്ക്വയർ. ദെൻ അവ തമ്മിലുള്ള ഡിസ്റ്റൻസും കൂടെ തന്നിട്ടുണ്ട്. 2 പാരലൽ സൈഡ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, 2 പാരലൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് പാരലൽ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 20 മീറ്റർ ആണ് ഡിസ്റ്റൻസ്. 2 പാരലൽ സൈഡ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 20 മീറ്റർ അല്ല, distance between 2 parallel side is 15 meter ആണ്. 15 meter. And given one of the parallel side is 20 meter. ഒരു പാരലൽ സൈഡിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. 1 of the parallel side is 20 meter. 1 of the parallel side is 20 meter. എന്ത് കാണണം? അതർ പാരലൽ സൈഡ് ആണ്. ഫൈൻഡ് ദ അതർ പാരലൽ സൈഡ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പാരലൽ സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ട്രപ്പീസിയത്തിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മുന്നേയുള്ള ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച കാര്യമാണ്. ട്രപ്പീസിയത്തിൻ്റെ ഇക്വേഷൻ, ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ് എന്ന് നോക്കാം. 1/2 ഇൻറ്റു എച്ച് ഇൻറ്റു അല്ലെങ്കിൽ a+b ഇൻറ്റു എച്ച്. ഇവിടെ a+b എന്നുള്ളത് 1 പെയർ ഓഫ് പാരലൽ സൈഡ്സ് ആണ്. പാരലൽ സൈഡാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് പാരലൽ സൈഡാണ് ബി. ഇവിടെ എ ആയിട്ട് ഇതെടുക്കാം, അതിൻ്റെ ഓപ്പോസിറ്റ് പാരലൽ സൈഡ് ബി നമ്മൾക്ക് ഇത് എടുക്കാം. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഇതിനെ ഡിനോട്ട് ചെയ്യാം ബി ആയിട്ട്. ദെൻ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ എച്ച് ഈസ് ദ ഹൈറ്റ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പാരലൽ സൈഡ്സ് ആണ് എച്ച്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി, അതാണ് എച്ച്. ഹൈറ്റ് തന്നിട്ടുണ്ട് നമ്മൾക്ക് 15.
ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ അതിൽ ഇക്വേഷൻ ആവശ്യമാണെങ്കിൽ, സോൾവ് ചെയ്യാൻ ഇക്വേഷൻ ആവശ്യമാണെങ്കിൽ അത് ആൻസറിൽ എഴുതാൻ മറക്കരുത് ഇക്വേഷൻ. കാരണം ഇക്വേഷൻ എഴുതുന്നത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്റ്റെപ്പാണ്. എ ഈസ് ഈക്വൽ ടു, ഇവിടെ ഏരിയ ഓഫ് ട്രപ്പീസിയം എ ഈസ് ഈക്വൽ ടു 1/2. ഇക്വേഷൻ 1/2 ഇൻറ്റു 1/2 ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി, 1/2 ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി. ദെൻ ഇവിടെ തന്ന വാല്യൂസ് നമ്മൾ എഴുതുകയാണ്. ഏരിയ ഓഫ് ട്രപ്പീസിയം തന്നിട്ടുണ്ട് 480 ആണ്. ഏരിയ ഓഫ് ട്രപ്പീസിയം ഈസ് ഈക്വൽ ടു 480. എ ഈസ് ഈക്വൽ ടു 480 ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു നമ്മൾക്ക് തന്നിട്ടുള്ള വാല്യൂസ് 1/2 ഇൻറ്റു എച്ച് ഇവിടെ തന്നിട്ടുണ്ട്. എച്ച് മീൻസ് ഹൈറ്റ് ആണ്. Height means distance between two opposite parallel sides. Then 15 into A. A is the one parallel side. A is 20. And opposite parallel side ആയിട്ടുള്ള B. Bക്ക് ക്വസ്റ്റ്യനിൽ വാല്യൂ തന്നിട്ടില്ല. B ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 480 is equal to 1/2 into 15 into 20 plus B. 480. Then next step 480 into ഇവിടെ RHSൽ 2 ഡിവിഷനാണ്. അപ്പോൾ LHSലേക്ക് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ്, എന്ത് ഓപ്പറേഷനാണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും LHSലും RHSലും വരുന്ന സമയത്ത് നമ്മൾ മാറ്റി എഴുതുമ്പോൾ എഴുതേണ്ടത്. ഇവിടെ 2 ഡിവിഷനാണ്. അപ്പോൾ LHSലേക്ക് മാറുമ്പോൾ മൾട്ടിപ്ലിക്കേഷനായി മാറും. അതുപോലെ 15 RHSൽ മൾട്ടിപ്ലിക്കേഷനാണ്, അത് LHSലേക്ക് മാറുമ്പോൾ ഡിവിഷനായിട്ട് മാറും. So 480 into 2 is equal to divided by 15 equal to 20 plus remaining part RHSലെ 20 plus B. Then 480 into divided by 15. 15 how many times in 480? 48 till 15 3 times ആണ്. 48 till 15 3 times ആണ്. 15 into 3 is 40. 15 into 3 is 45 ആണ്. Then remainder 3 ആണ്. റിമൈൻഡർ ഇവിടെ 3 ആണ് വരുന്നത്. ഇത് 15 into 3 45. Then remainder 3 ആകുമ്പോൾ 30 വരും. 30ൽ how many times? 20 times ആണ് 50. therefore 32 into ഇവിടെയുള്ള 2 into 2, that's equal to 32 into 2 equal to 20 plus B. 32 into 2 is 64. 32 into 2, 2 into 2 4 and 3 into 2 6. 64 equal to 20 plus B. Next step 64 minus 20 equal to B. ഇവിടെ 20 പോസിറ്റീവ് പ്ലസ് ആണ്, പോസിറ്റീവ് ആണ്. സോ ഇപ്പുറം വരുമ്പോൾ നെഗറ്റീവായി മാറും. സോ 44. 64 minus 20 is 44 equal to B. Then answer value of B is equal to 44 meter. 44 meter. ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. ഏരിയ ഓഫ് റോംബസിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് 240 cm² ആണ്. സെൻറ്റിമീറ്ററിലാണ് യൂണിറ്റ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഡയഗണൽ, വൺ ഓഫ് ദ ഡയഗണൽ, നമുക്ക് തന്ന ഡയഗണലിനെ D1 ആയിട്ട് എടുക്കാം. D1 is 16 cm and find the other diagonal D2 ആണ് കണ്ടുപിടിക്കേണ്ടത്.
തന്ന വാല്യൂസ് ആൻസറിൽ എഴുതുക. D1 ഈസ് ഈക്വൽ ടു 16 സെൻറ്റിമീറ്റർ. D1 ഈസ് ഈക്വൽ ടു 16 സെൻറ്റിമീറ്റർ. ആൻഡ് ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് റോംബസ് A ഈസ് ഈക്വൽ ടു 1/2. ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ എഴുതണം. ആൻസർ എഴുതുമ്പോൾ 1/2 ഇൻറ്റു D1 ഇൻറ്റു D2 ഈക്വൽ ടു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഏരിയ 240 സെൻറ്റിമീറ്റർ സ്ക്വയർ. ദെൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/2 ഇൻറ്റു D1 16 ആണ്. 16 ഇൻറ്റു D2 ഫൈൻഡ്. D2 ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. D2 ഈക്വൽ ടു 240. Then 2 in 16, how many times? 8 times. Therefore 8 D2. 8 into D2 is equal to 240. Then D2 is equal to 240 divided by 8. 24 8 3 times ആണ്. 3 into 8 is 24. Then 0. 0. That is D2 in. D2 is 30 centimeter. ഇപ്പോൾ സെക്കൻഡ് ഡയഗണലിൻ്റെ വാല്യൂ കിട്ടി. D2 is 30 centimeter. D2 is 30 centimeter. Example 3. There is a hexagon MNOPQR of side 5 cm. Aman and Ridhima divided it into 2 different ways. Find the area of hexagon using both ways. ഇവിടെ തന്നിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. ഹെക്സഗൻ്റെ ഏരിയ കാണാനാണ്. ഹെക്സഗൻ ഒരു പോളിഗൺ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഫോർമുല ഉപയോഗിച്ച് നമ്മൾക്ക് ഏരിയ കാണാൻ കഴിയുകയില്ല പോളിഗണ്. അതുകൊണ്ട് തന്നെ ഹെക്സഗനെ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ട്രയാങ്കിൾസായിട്ടും അതുപോലെ കോർഡിലേറ്റേഴ്സായിട്ടും ഡിവൈഡ് ചെയ്തിട്ടാണ് അവയുടെ ഏരിയ കണ്ട് ആഡ് ചെയ്തിട്ടാണ് ഹെക്സഗൻ്റെ ഹോൾ ഏരിയ കാണുന്നത്. സോ 2 ഡിഫറെൻറ്റ് വേസിലാണ് ഇവിടെ മെത്തേഡിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഏരിയ കണ്ടുപിടിക്കുന്നത്. ഒന്ന് റിധിമ ചെയ്യുന്ന രീതിയും അതുപോലെ അമാൻ ചെയ്യുന്ന രീതിയിലുമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ റിധിമാസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ 2 ഡയഗണൽസ് വരയ്ക്കുന്നു. എം നിന്ന് ഒയിലേക്കും അതുപോലെ ആറിൽ നിന്നും പിയിലേക്കും. ദെൻ 2 ട്രയാങ്കിൾസും അതുപോലെ തന്നെ ഒരു റെക്റ്റാങ്കിളും കിട്ടുന്നുണ്ട്. ഇവയുടെ ഏരിയ കണ്ടുപിടിച്ച് ആഡ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ഹെക്സഗൻ്റെ ഏരിയ കിട്ടുന്നത്. അതുപോലെ അമാൻസ് മെത്തേഡ് എന്ന് പറയുന്നത് അമാൻ ചെയ്യുന്ന രീതി ഒരു ഡയഗണൽ സെൻറ്ററിലേക്കൂടെ ഒരു ഡയഗണൽ വരയ്ക്കുന്നു. NQ എന്നുള്ള ഒരു ഡയഗണൽ വരയ്ക്കുമ്പോൾ ഹെക്സഗനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. 2 ഈക്വൽ ട്രപ്പീസ്യമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം അവയുടെ ഏരിയ കണ്ട് ആഡ് ചെയ്യുമ്പോൾ ഹെക്സഗൻ്റെ ഏരിയ കിട്ടും. ഈ രീതിയിൽ 2 വേസിലാണ് ഈ പ്രോബ്ലം ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് റിധിമാസ് മെത്തേഡ് ഒന്ന് നോക്കാം. അതിന് മുന്നേ എന്തൊക്കെയാണ് ഏതിൻ്റെയൊക്കെ ലെങ്ത്ത് തന്നിട്ടുണ്ട് എന്ന് നോക്കാം. ഇവിടെ MNOPQR എന്നുള്ള ഒരു ഹെക്സഗണാണ്. അവയുടെ സൈഡിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ. സൈഡിൻ്റെ ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ. ഒരു സൈഡിൻ്റെ മാത്രമല്ല ഓൾ സൈഡ് ഈക്വൽ ആണ്. എല്ലാ സൈഡിൻ്റെയും ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ വെച്ച് വീതമാണ്. സോ നെക്സ്റ്റ് അതുപോലെ ഡയഗണൽ തന്നിട്ടുണ്ട്. ഡയഗണൽ NQ തന്നിട്ടുണ്ട്. ഡയഗണൽ
എൻ ക്യൂ. എന്നിൽ നിന്നും ക്യൂവിലേക്കുള്ള ഒരു ഡയഗണലിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 11 സെൻറ്റിമീറ്റർ. 11 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. ദെൻ ഇത്രയുമാണ് നമ്മൾക്ക് ഇവിടെ ലെങ്ത് തന്നിട്ടുള്ളത്. ഇനി ആ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. റിദിമാസ് മെത്തേഡ് ഉപയോഗിച്ചാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. റിദിമാസ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ 2 ട്രയാങ്കിൾസ് 2 കോൺഗ്രൻ്റ് ട്രയാങ്കിളും ഒരു റെക്റ്റാങ്കിളുമാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. കാരണം MO എന്നുള്ള ഡയഗണലും അതുപോലെ RP എന്നുള്ള ഡയഗണലും ഈ ഹെക്സഗനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ട്രയാങ്കിളും 2 ട്രയാങ്കിളും അതുപോലെ റെക്റ്റാങ്കിളുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. So area of hexagon is equal to hexagon MNO PQR is equal to area of triangle MNO plus rectangle MOPR plus triangle RPQ. Then first the area of triangle MNO. Triangle MNO. ഇതാണ് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു എങ്ങനെ ഏരിയ കാണാനുള്ള ഇക്വേഷനാണ് 1/2 ബേസ് ഇൻറ്റു ഹൈറ്റ് B ഇൻറ്റു H. 1/2 ഇൻറ്റു B ഇൻറ്റു H. ബേസ് ഇൻറ്റു ഹൈറ്റ്. ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ 1/2 B ഇൻറ്റു H. ഇവിടെ B ബേസ് ആണ്. ഇവിടെ ട്രയാങ്കിളിൻ്റെ ബേസ് ആണ് B എന്നത്. ട്രയാങ്കിളിൻ്റെ ബേസ് ബിയും അതുപോലെ തന്നെ H ഹൈറ്റുമാണ്. ആ ട്രയാങ്കിളിലേക്കുള്ള പെർപെൻഡിക്കുലർ ഹൈറ്റാണ് H എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൈറ്റ് എന്ന് പറയുമ്പോൾ ബേസിൽ നിന്നും 2 സൈഡ് ഉണ്ടാവും. ആ 2 സൈഡുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിന്റിൽ നിന്നും അതിൻ്റെ ബേസിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലെങ്ത്, മാക്സിമം പെർപെൻഡിക്കുലർ ലെങ്ത് ആണ് ഹൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ക്വസ്റ്റ്യൻസ് മുന്നേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അധികം കൂടുതൽ പറയുന്നില്ല. ബേസായിട്ട് ഇവിടെ വരുന്നത് 1/8 സെൻറ്റിമീറ്റർ. ബേസ് MO ആണ്. ബേസ് MO ആണ്. ഈ ട്രയാങ്കിൾ പരിഗണിച്ചാൽ MNO എന്നുള്ള ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസ് MO ആണ്. 8 സെൻറ്റിമീറ്റർ ആണ് ബേസ്. അതുപോലെ അതിൻ്റെ പെർപെൻഡിക്കുലർ ഹൈറ്റ്, മാക്സിമം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതിൽ നിന്ന് അവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ആയിട്ട് പറയുന്നത് ഹൈറ്റ്. അതിനെയാണ് ഹൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 1/2 ഇൻറ്റു 8 ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് ഇവിടെ നേരിട്ട് തന്നിട്ടില്ല. അതിനു പകരം NQ എന്നുള്ള ഒരു ഡയഗണലിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 11 സെൻറ്റിമീറ്റർ. ഓൾ സൈഡ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ സൈഡ് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടുന്ന് ഇവിടേക്കുള്ള ലെങ്ത്തും 5 സെൻറ്റിമീറ്റർ ആണ്. 5 സെൻറ്റിമീറ്റർ. ഇപ്പോൾ 11 5 മൈനസ് ചെയ്താൽ ബാക്കി 6 ആയിരിക്കും വരിക.
ഇപ്പോൾ 2 ട്രയാങ്കിൾസും കോൺകറൻ്റ് ആണ്, അതായത് അവ തമ്മിൽ സെയിം ഈക്വൽ ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് പെർപെൻഡിക്കുലർ ലെങ്ത്തും ഈക്വൽ ആണ്. അപ്പോൾ 6 ആകുമ്പോൾ 3യുമാണ് ഇവിടെ വരിക. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ 3 സെൻറ്റിമീറ്റർ പ്ലസ് 5, 3 + 5 8 പ്ലസ് 3 is 11 സെൻറ്റിമീറ്റർ. ടോട്ടൽ NQ എന്നുള്ള ഡയഗണൽ 11 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 1/2 × 8 × 3 2 8ൽ 4 ടൈംസ് ആണ് പോവുക. സോ 4 × 3 is equal to 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇപ്പോൾ ട്രയാങ്കിൾസിൻ്റെ ഏരിയ കിട്ടി. ട്രയാങ്കിൾസിൻ്റെ 2 ട്രയാങ്കിളും കോൺകറൻ്റ് ആണ്. അതുകൊണ്ട് 2 ട്രയാങ്കിൾസിൻ്റെ ഏരിയ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയി. നെക്സ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ്. റെക്റ്റാങ്കിൾ MORP. MORP എന്നുള്ള റെക്റ്റാങ്കിൾ ആണ്. സോറി, PR എന്നുള്ള റെക്റ്റാങ്കിൾ ആണ്. MOPR. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ MOPR equal to ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. L × B ആണ്. L × P. ഇവിടെ L അറിയാം. MO തന്നിട്ടുണ്ട്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത്ത് 8 സെൻറ്റിമീറ്ററിന് തന്നിട്ടുണ്ട്. MO തന്നിട്ടുണ്ട്. അതായത് RP എന്നുള്ള ഡയഗണൽ 8 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ MO 8 സെൻറ്റിമീറ്റർ ആണ്. സോ ലെങ്ത് ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ ആൻഡ് വൺ ഓഫ് ദ സൈഡ് ആണ് ഇവിടെ റെക്റ്റാങ്കിൾ ആയിട്ട് വരുന്നത്. റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ B ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. ഫോർ 8 × 5 ഈക്വൽ ടു 40 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇപ്പോൾ ഏരിയ കിട്ടി. 2 ട്രയാങ്കിൾസിൻ്റെ ഏരിയയും കിട്ടി. അതുപോലെ തന്നെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും കിട്ടി. ദെൻ ഏരിയ ഓഫ് ഹെക്സഗൺ MNOPQR is equal to 12 × 2. അതായത് 2 ട്രയാങ്കിൾസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 12 × 2 പ്ലസ് 40 equal to 40 plus 12 plus 12, that is 64 centimeter square. 64 centimeter square ആണ് ഹെക്സഗൻ്റെ ഏരിയ. Then next method, second method, ഹെക്സഗൺ MNOPQRനെ QN എന്നുള്ള ഒരു ഡയഗണൽ വരച്ച് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 2 ഈക്വൽ ട്രപ്പീസിയം ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ 2 ട്രപ്പീസിയത്തിൻ്റെയും ഏരിയ കണ്ടാൽ അവ തമ്മിൽ ആഡ് ചെയ്താൽ ഹെക്സഗൻ്റെ ഏരിയ കിട്ടും. ഈ രീതിയിലാണ് അമാൻസ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് മെത്തേഡ് നോക്കാം. ഏരിയ ഓഫ് MNOPQR is equal to ഏരിയ ഓഫ് MNQR, അതായത് ഏരിയ ഓഫ് ട്രപ്പീസിയം MNQR പ്ലസ് ഏരിയ ഓഫ് ട്രപ്പീസിയം NOPQ.
ഈ ടു ട്രപ്പീസിയത്തിൻ്റെയും ഏരിയ കണ്ട് ആഡ് ചെയ്താൽ നമ്മൾക്ക് ഹെക്സഗൻ്റെ ഏരിയയിൽ കിട്ടും. ഇവിടെ ട്രപ്പീസിയം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ട്രപ്പീസിയം എന്ന് വെച്ചാൽ 4 സൈഡുള്ള ഒരു കോർഡിലേറ്ററാണ്. അതുപോലെ തന്നെ അവയുടെ പ്രത്യേകത 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ് പാരലൽ ആയിരിക്കും. ഇവിടെ 2 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡാണ് ഒരു കോർഡിലേറ്റേഴ്സിന് ഉണ്ടാവുക. അപ്പോൾ 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്, ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇതാണ് വരുന്നത്, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ് വരുന്നത്. അപ്പോൾ 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്, ഈ ടു ഓപ്പോസിറ്റ് സൈഡ്സും എന്തായിരിക്കും? പാരലലായിരിക്കും. 2 സൈഡ്സ് പാരലലായിരിക്കും. ഈ 2 ഓപ്പോസിറ്റ് സൈഡ് പാരലലായിരിക്കും. അതായത് 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ് പാരലലായിരിക്കും. ഇതാണ് ട്രപ്പീസിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ എയും ബിയും 2 പാരലൽ സൈഡാണ്. ആൻഡ് ഹൈറ്റ് ദെൻ എ ഇവിടെ തന്നിട്ടുണ്ട്. ARM എന്നുള്ളത് സൈഡായിട്ടാണ് വരുന്നത്, ഹെക്സഗൻ്റെ സൈഡായിട്ടാണ് വരുന്നത്. ക്വസ്റ്റ്യനിൽ ഹെക്സഗൻ്റെ സൈഡ് പ്രത്യേകിച്ച് തന്നിട്ടുണ്ട്. 5 സെൻറ്റിമീറ്റർ ആണ്. ഈച്ച് സൈഡ് ഓഫ് ഹെക്സഗൺ ഈസ് 5 സെൻറ്റിമീറ്റർ. സോ RM ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ NQ തന്നിട്ടുണ്ട്. NQ എന്ന് വെച്ചാൽ ഡയഗണലാണ്. ഡയഗണലിൻ്റെ ലെങ്ത്ത് 11 സെൻറ്റിമീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദറ്റ് ഈസ് QN ഈസ് ഈക്വൽ ടു 11 സെൻറ്റിമീറ്റർ. ആൻഡ് എച്ച് എന്താണ് എച്ച്? എച്ച് എന്ന് വെച്ചാൽ ടു പാരലൽ ഓപ്പോസിറ്റ് സൈഡ്സുകൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കണം. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണെങ്കിൽ മാത്രമേ അത് ഹൈറ്റായിട്ട് കണക്കാക്കുള്ളൂ. അപ്പോൾ ഇവ തമ്മിലുള്ള RMഉം QNഉം തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എച്ച് ആയിട്ട് എടുക്കേണ്ടത്. അത് ഇവിടെ MNQR എന്നുള്ള ട്രപ്പീസിയത്തിൽ എച്ച് എങ്ങനെ കണ്ടുപിടിക്കാം? RP എന്നുള്ള ലെങ്ത്ത് തന്നിട്ടുണ്ട്. RPൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്. RP ഈസ് 8 സെൻറ്റിമീറ്റർ ആണ്. സോ RP 8 സെൻറ്റിമീറ്റർ ആകുമ്പോൾ ഇതിന് ഈക്വലായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഈ ഡയഗണൽ RPനെ ഈക്വലായിട്ട് പെർപെൻഡിക്കുലറായിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ആറിൽ നിന്നും ഇവിടേക്കുള്ള ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. കാരണം ഇതിൻ്റെ ഈക്വലായിട്ടാണ് ഇവ ഡിവൈഡ് ചെയ്യുന്നത്. RPനെ ഈക്വലായിട്ടാണ് Q എന്നുള്ള ഡയഗണൽ ഡിവൈഡ് ചെയ്യുന്നത്. സോ 4 സെൻറ്റിമീറ്റർ. ഇപ്പോൾ H ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. ഇപ്പോൾ വാല്യൂസൊക്കെ കിട്ടി. ഇനി നമ്മൾക്ക് ഇവ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. H is equal to 4 centimeter into A plus B. A is 5 and plus B is 11. 11 divided by 2 equal to 4. 4 will 2 times, that is 2 into 5 plus 11. 5 plus 11 is 16 equal to 32 സെൻറ്റിമീറ്റർ സ്ക്വയർ. നമ്മൾ യൂണിറ്റ് എഴുതാൻ മറക്കരുത്. 32 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ കിട്ടി. ട്രപ്പീസിയത്തിൻ്റെ ഏരിയ 32 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. 2 ട്രപ്പീസിയവും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഏരിയ ഓഫ് ഹെക്സഗൺ A ഈസ് ഈക്വൽ ടു 32 plus 32. 32 plus 32 is equal to 64 centimeter square. 2 different methods സോൾവ് ചെയ്യുമ്പോഴും ആൻസർ 64 ഈക്വൽ തന്നെയാണ്. 64 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇപ്പോൾ ഏരിയ ഓഫ് ഹെക്സഗൺ MNOPQRൻ്റെ ഏരിയ 64 സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നെയാണ്. നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ഡയഗ്രം വെച്ച് ഡിവൈഡ് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ച് അതിൻ്റെ ആൻസർ ചേഞ്ച് ചെയ്യുന്നില്ല, മെത്തേഡ് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. സോ ആൻസർ ഈസ് 64 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇന്നത്തെ വീഡിയോയിൽ എക്സാമ്പിൾസ് ആണ് നമ്മൾ ചെയ്തത്.
അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് എക്സസൈസ് പാർട്ട് സോൾവ് ചെയ്യാൻ നോക്കാം. അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.